Welcome, my dear students. We will discuss the question. The correct order of the stability of carbocations A to C. മൂന്ന് കാർബോകാറ്റയോൺസ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ സ്റ്റെബിലിറ്റി ഡിസൈഡ് ചെയ്യണം. അപ്പോൾ കാർബോകാറ്റയോൺസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അപ്പൊ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഇലക്ട്രോൺ റിച്ച് ഗ്രൂപ്പുകളായിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കാർബോകാറ്റയോൺ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിനെയാണ്. ബിയിലെ you can see it is in sp3 hybridized carbon atom. സിയിലെ B നോർമൽ sp2 തന്നെയാണ്. ഓക്കെ, സോ ബി ഇവിടെ വിനൈൽ ആൽക്കീൻ സിസ്റ്റത്തിലാണ്. sp2 ആണെങ്കിലും ഇത് ആൽക്കീനിലാണ് കാർബോകാറ്റയോൺ അല്ലെ. ഇവിടെ sp2 തന്നെയാണ് ഹൈബ്രിഡൈസേഷൻ, പക്ഷെ ആൽക്കെയിൻ സിസ്റ്റത്തിലാണ്. ഇവിടെയും sp2 തന്നെയാണ്, പക്ഷെ ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത അല്ലൈൽ സിസ്റ്റമാണ്. അപ്പൊ ഈ അല്ലൈൽ സിസ്റ്റം വരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ പ്രിഫറൻസ് ഓർഡർ നോക്കേണ്ടത് ഫസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ബി ഗിവൺ ടു റെസൊണൻസ്, രണ്ടാമത്തെ പ്ലസ് ആർ എന്ന് പറയും. സെക്കൻഡ് പ്രിഫറൻസ് ഷുഡ് ബി ഗിവൺ ടു പ്ലസ് എച്ച്, തേർഡ് പ്രിഫറൻസ് ഷുഡ് ബി ഗിവൺ ടു പ്ലസ് ഐ. ഇതാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ ഓർഡർ. ഇതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ അത് ഡീസ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ സിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഈസ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ്. കണ്ടോ, അവിടെ വിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. വിനൈൽ ഗ്രൂപ്പിന് അവിടെ പ്ലസ് ആർ ഇഫക്റ്റ് കൊടുക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഏറ്റവും സ്റ്റേബിൾ കാർബോകാറ്റയോൺ സിയുടെ ആയിരിക്കും. അപ്പൊ നമ്മുടെ 2 കട്ടായി 3 കട്ടായി. ഇനി നമുക്ക് 1ഉം 4ഉം ആണ്. അപ്പൊ ഈ 1ഉം 4ലും നമുക്ക് വളരെ ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പും 1ലുള്ള ആൽക്കൈൽ ഗ്രൂപ്പും അതേപോലെ തന്നെ ബിയിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് എച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, ബിയിൽ പക്ഷെ ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റില്ല? പോസിറ്റീവ് ചാർജിന് പ്ലസ് എച്ച് ഇഫക്റ്റ് കൊടുക്കാൻ പറ്റില്ല, കാരണം അത് ആൽക്കീനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലസ് എച്ച് ഇഫക്റ്റ് എവിടെയുണ്ട്? ബിയിലുണ്ട്. അപ്പൊ സി കഴിഞ്ഞാൽ പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ഏതായിരിക്കും? ബി ഡി ആയിരിക്കും. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ 4 കേട്ടോ, ഓപ്ഷൻ 4. അപ്പൊ ഇവിടെ ഏത് ഇഫക്റ്റ് ഉണ്ട്? ഇവിടെ പ്ലസ് ആർ ഇഫക്റ്റ് ഉണ്ട്, ഇവിടെ പ്ലസ് എച്ച് ഇഫക്റ്റ് ഉണ്ട്. ഇവിടെ വിനൈൽ കാർബോകാറ്റയോൺ ആണ്. അപ്പൊ കാർബോകാറ്റയോൺ വിനൈൽ സിസ്റ്റത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പൊ എ ആയിരിക്കും ലീസ്റ്റ് സ്റ്റേബിൾ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് കാർബോക്സിലിക് ആസിഡ് അണ്ടർഗോസ് ഡീകാർബോക്സിലേഷൻ അപ്പോൺ ഹീറ്റിംഗ്, ദ ഈസ് ഓഫ് ഡീകാർബോക്സിലേഷൻ ഈസ് ഇൻ ദ ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആരാണ് ഏറ്റവും ഈസി ആയിട്ട് കാർബോക്സിലിക് ആസിഡിനെ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർബോക്സിലിക് ആസിഡ് പോവാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ RC ഡബിൾ ബോണ്ട് OH എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർബോക്സിലിക് ആസിഡ് ഇവിടുന്ന് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് എൻ ഇന്റർമീഡിയറ്റ് ആൻഡ് ദാറ്റ് ഇന്റർമീഡിയറ്റ് ഈസ് കോൾഡ് കാർബാനിയോൺ. അപ്പൊ ഈ കാർബാനിയോൺ എത്രത്തോളം സ്റ്റേബിൾ ആകുന്നു, ഈ കാർബാനിയോൺ എത്രത്തോളം സ്റ്റേബിൾ ആകുന്നു അത്രത്തോളം ഡീകാർബോക്സിലേഷൻ സ്പീഡ് ആവും. ഈസ് ഓഫ് ഡീകാർബോക്സിലേഷൻ വളരെ ഫാസ്റ്റർ ആയിട്ട് നടക്കും. അപ്പൊ കാർബോ ആനിയോൺ എത്രത്തോളം സ്റ്റേബിൾ ആകുന്നു അത്രത്തോളം ഡീകാർബോക്സിലേഷൻ ഫാസ്റ്റർ ആയിട്ട് നടക്കും. അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഇവിടെ ആയിരിക്കും മൈനസ് ചാർജ് വരാം ഈ കാർബോക്സിലിക് ആസിഡ് പോയി കഴിഞ്ഞാൽ അല്ലെ. എ എന്ന് പറയുന്ന സിസ്റ്റത്തില്, ബി എന്ന് പറയുന്ന സിസ്റ്റത്തില് ഇവിടെ ആയിരിക്കും വരാം കാർബോക്സിലിക് ആസിഡ് പോയി കഴിഞ്ഞാൽ. ആൻഡ് സി എന്ന് പറയുന്ന സിസ്റ്റത്തില് ഇവിടെ ആയിരിക്കും ആ മൈനസ് ചാർജ് വരാം കാർബോക്സിലിക് ആസിഡ് പോയി കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഏറ്റവും സ്റ്റേബിൾ കാർബാനിയോൺ എന്ന് പറഞ്ഞ സിയുടെ ആണ്. അപ്പൊ നമുക്ക് 1 കട്ട് ചെയ്യാം, അതേപോലെ തന്നെ 3 കട്ട് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞ് ബി ആണ് നൈട്രജൻ. സോ ബി പിന്നെ എ. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ 2. ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.